രചന രാജീവ് ഷാജി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. നീ നിന്നോട് ഞാൻ പറഞ്ഞോ പറഞ്ഞു ഇങ്ങനെ എന്നെ പിന്നാലാണെന്ന് ശല്യപ്പെടുത്തിരുന്നത്. കിച്ചു അശ്വതിയോട് പറഞ്ഞു. ഇഷ്ടം കൊണ്ടല്ലേ കിച്ചു ഏട്ടാ? അവൾ കുറുമ്പോട് അവനോട് പറഞ്ഞു. നിന്റെ ഇഷ്ടം എനിക്ക് വേണമെങ്കിലോ? എന്നേലും ഒരു ദിവസം കിച്ചുവേട്ടൻ്റെ ഇഷ്ടം മനസ്സിലാക്കും. അതുവരെ ഞാൻ കിച്ചുവേട്ടൻ്റെ പുറകെയാണെന്ന് ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ദയാച്ചു, എനിക്ക് ദേഷ്യം വരുന്നുണ്ടോ? വെറുതെ നീ എൻ്റെ കൈയും തല്ലി മടിക്കണ്ട. എന്താ കിച്ചുവേട്ട ഇങ്ങനെ? പണ്ടൊക്കെ എന്നെ എന്ത് ഇഷ്ടമായിരുന്നു കിച്ചുവേട്ടന്. ഇപ്പൊ വലുതായപ്പോ ആ ഇഷ്ടമൊക്കെ എവിടെ പോയി? അന്ന് നീ എന്റെ നല്ലൊരു സുഹൃത്തായിരുന്നു. എന്നു മുതൽ നിന്റെ ഉള്ളിൽ എന്നെ പറ്റി അരുതാതെ ചിന്ത വന്നു തുടങ്ങിയോ അന്നു മുതൽ നീ എന്റെ സുഹൃത്ത് അല്ലാതായി മാറിക്കഴിഞ്ഞു. കിച്ചുവേട്ടാ, അച്ചു എന്റെ സമയം എനിക്കെടുത്താന്ന് പോകുന്നുണ്ട് നീ? അവൻ അവളോട് ദേഷ്യപ്പെട്ടു. അവൾ നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ച് അവിടെ നടന്നു നീങ്ങി. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി നടന്നു പോകുന്നവളെ നോക്കി അവൻ നിറഞ്ഞു വന്ന തന്റെ കണ്ണുകൾ പുറം കൈയാൽ തുടച്ചു. പാവച്ചു. അവളുടെ മനസ്സിപ്പോൾ എന്തുമാത്രം വേദനിക്കുന്നുണ്ടാവും. മനസ്സുണ്ടായിട്ടല്ല അവളെ താൻ മാറ്റി നിർത്തുന്നു. താൻ അമ്മാവന് കൊടുത്ത ഒറ്റ വാക്കിന്റെ പുറത്ത് മാത്രം. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടതിന് ശേഷം അമ്മാവനാണ് ഇവിടെ കൊണ്ടുവന്ന് തന്റെ കാര്യങ്ങളെല്ലാം നോക്കിയത്. അടിസ്ഥാന വിദ്യാഭ്യാസം നൽകിയതിന് ശേഷം കൃഷിയിൽ ശ്രദ്ധിക്കാൻ അമ്മാവൻ തന്നോട് പറഞ്ഞു. താനിവിടെ വന്ന ദിവസം മുതൽ നല്ല കൂട്ടാണ് അച്ചുവുമായി. തന്നെക്കാളും 6 വയസ്സിന് ഇളയതാണ് അവൾ. അവളുടെ എല്ലാ സന്തോഷങ്ങളും അവൾ ആദ്യം പങ്കുവെക്കുന്നത് തന്നോടായിരുന്നു. തങ്ങൾ ഒരുമിച്ചാണ് കളിച്ചു വളർന്നതും ആഹാരം കഴിച്ചിരുന്നതുമൊക്കെ. പക്ഷേ മുതിർന്നതിന് ശേഷം അവളുമായുള്ള സൗഹൃദത്തെ അമ്മാവൻ വിലക്കി. അവളുമായി കുറച്ച് അകലം പാലിക്കണമെന്ന് അമ്മാവൻ തന്നോട് പറഞ്ഞു. കാരണം സൗഹൃദത്തിനപ്പുറം തങ്ങളുടെ മനസ്സിൽ മറ്റൊരു ഇഷ്ടം ഉണ്ടാകാൻ പാടില്ലെന്ന് അമ്മാവന് നിർബന്ധമായിരുന്നു. ഒരിക്കലും അമ്മാവന് തന്റെ മകൾ ഒരു കൃഷിപ്പണിക്കാരുമായി വിവാഹം കഴിപ്പിക്കാൻ താല്പര്യമില്ലായിരുന്നു. 10ാം ക്ലാസ്സിൽ ഉയർന്ന മാർക്ക് വാങ്ങിയ തനിക്ക് തുടർ വിദ്യാഭ്യാസം നൽകാത്തതിന്റെ പേരിൽ അച്ചു അമ്മാവനുമായി പലതവണ വഴക്കിയിട്ടുണ്ട്. പക്ഷേ സഹോദരിയുടെ മകനെ സ്വന്തം മകനായി കാണാനോ പഠിപ്പിക്കാനോ അമ്മാവൻ മനസ്സ് കാണിച്ചില്ല. അമ്മാവന്റെ വീട്ടിലെ ഒരു ജോലിക്കാരൻ മാത്രമായി പലപ്പോഴും താൻ മാറാറുള്ളത് വേദനയോട് അവൻ ഓർത്തു. തുടർന്നുള്ള ദിവസങ്ങളിൽ അച്ചുവിനെ കാണാതിരിക്കാൻ അവൻ മാക്സിമം ശ്രമിച്ചു. തന്റെ പേരും പറഞ്ഞ് പലപ്പോഴും അച്ചു അമ്മാവനോടും അമ്മായിയോടും വഴക്കുണ്ടാക്കാറുണ്ട്. അച്ചുവിന് തന്നോടൊരു പ്രത്യേക ഇഷ്ടമുണ്ടെന്ന് അമ്മാവനും അമ്മായി മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് ഒരു പോലീസ് ഓഫീസറുമായി അച്ചുവിന്റെ കല്യാണം അമ്മാവൻ തീരുമാനിച്ചു. എന്നാൽ അച്ചു തനിക്ക് വിവാഹം വേണമെന്ന് പറഞ്ഞതിനെ എതിർത്തു. പക്ഷെ അമ്മാവൻ പിന്മാറാൻ തയ്യാറായില്ല. എത്രയും അടുത്തുള്ള മുഹൂർത്തത്തിൽ തന്നെ അവരുടെ വിവാഹം നടത്താൻ അമ്മാവൻ തീരുമാനിച്ചു. പലപ്പോഴും അച്ചുവിന്റെ മുഖം കാണുമ്പോൾ തനിക്ക് വേദന തോന്നാറുണ്ട്. എങ്കിലും എല്ലാവരും നഷ്ടപ്പെട്ട് തന്നെ ഈ നിലയിലെത്തിച്ച അമ്മാവനെ എതിർക്കാനാവുമായിരുന്നില്ല. അവളുടെ കല്യാണത്തിന് 2 ദിവസം മുമ്പ് കിച്ചു അമ്മാവനോട് പറഞ്ഞ് അവന്റെ കൂട്ടുകാരനായ മനുവിന്റെ വീട്ടിലേക്ക് മാറി. ഇനി വിവാഹം കഴിയുന്നവരെ അവൾ തന്നെ കാണരുതെന്ന് അവൻ തീരുമാനിച്ചിരുന്നു. അമ്മാവനും അത് ശരിവെച്ചു. ഡാ കിച്ചു, നിനക്ക് എങ്ങനെ ഇത്ര ക്രൂരനാവാൻ കഴിയുന്നു കിച്ചു? അവിടെ മനസ്സ് കണ്ടിട്ടും കാണാതിരിക്കാൻ എങ്ങനെ കഴിയുന്നടാ നിനക്ക്? കഴിയണടാ, എനിക്ക് കഴിഞ്ഞേ പറ്റൂ. കാരണം അമ്മാവന് ഞാൻ കൊടുത്ത വാക്ക്. കോപ്പ്, നിന്റെ അമ്മാവനൊരു സ്വാർത്ഥനാ. നിന്നെ കൊണ്ട് പട്ടിയെ പോലെ പണിയെടുപ്പിച്ച് സ്വന്തം കാര്യം നേടുന്ന അയാളുടെ മകളുടെ ഭർത്താവിന്റെ സ്ഥാനത്ത് നിന്നെ കാണാൻ എനിക്ക് ഇഷ്ടാവില്ല. അയാൾ വിചാരിച്ചിരുന്നെങ്കിൽ നിന്നെ പഠിപ്പിച്ച് നല്ല നിലയിലെത്തിക്കാൻ കഴിയില്ലായിരുന്നോ? ഡാ ഞാൻ വേണ്ടടാ, നീ ഒന്നും പറയണ്ട. നീ ഒന്നോർത്തോ, ആ പാവം പെൺകൊച്ചിന്റെ മനസ്സ് വേദനിപ്പിച്ചതിന് ജീവിതകാലം മുഴുവൻ നീ സങ്കടപ്പെടേണ്ടി വരും, മനു പറഞ്ഞു. കിച്ചുവിന് മറുപടി ഉണ്ടായിരുന്നില്ല. കാരണം മനു പറഞ്ഞെല്ലാം സത്യമാണെന്ന് അവൻ അറിയാമായിരുന്നു. പക്ഷെ അമ്മാവനോട് വിശ്വാസവഞ്ചന കാണിക്കാൻ അവന് കഴിഞ്ഞില്ല. കല്യാണത്തിന്റെ തലേ ദിവസം രാവിലെ അച്ചുവിന്റെ കൂട്ടുകാരിലായ കിച്ചുവിനെ കാണാൻ മനുവിന്റെ വീട്ടിലെത്തി. ആലേ താനും വാ. മനു അവളെ സ്വീകരിച്ചു. കൂട്ടുകാരനെ എവിടെ മനുവേട്ടാ? അവനോട് ഉണ്ട്. എന്നോട് കാര്യം എന്താണോ? ഒന്നും കാണുകയും കേൾക്കുകയും ചെയ്യാൻ സുഖമായിട്ട് കഴിഞ്ഞോളാൻ പറയും കൂട്ടുകാരനോട്. എന്തൊക്കെയല്ലേ താനീ പറയുന്നത്? ഒന്നും മനസ്സിലാവാതെ മനു ചോദിച്ചു. അപ്പോഴാണ് അകത്തുനിന്ന് കിച്ചു ഇറങ്ങി വന്നത്. നീ എന്താ അവൾക്കുള്ള വക്കാലത്ത് പോയിട്ട് വന്നാണോ? കിച്ചു അവളോട് ഗൗരവത്തിൽ ചോദിച്ചു. അതിന്റെ ആവശ്യം ഇനി ഉണ്ടെന്ന് തോന്നില്ല. കാരണം ആർക്കും ശല്യാവാതെ പോകാൻ അവൾ തീരുമാനിച്ചു. മനസ്സുരുക്കി പ്രാർത്ഥിച്ചു അവൾ ഇനി ഒരിക്കലും കാണേണ്ടി വരരുതെന്ന്. ചിലപ്പോൾ ആ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കും. അത്രയ്ക്ക് കടപ്പാടുണ്ടല്ലോ അല്ലേ അമ്മാവനോട്? ലയ താൻ മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ പറയും. അച്ചു പറഞ്ഞു വിട്ടാണോ തന്നെ? മനു ചോദിച്ചു. ഇല്ല മനുവേട്ട, അവൾ ഒരിക്കലും എന്നെ ഈ കാര്യം പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വിടില്ല. കാരണം എത്രയോ തവണ നേരിട്ട് അവൾ തന്നെ മനസ്സ് തുറന്ന, എന്നിട്ട് അവളുടെ മനസ്സ് കാണാൻ ആർക്കും കഴിഞ്ഞില്ല. ഇനി അതിന്റെ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ലേ താൻ ചെല്ല്. ഇപ്പോൾ അവൾക്ക് നിന്റെ സാമീപ്യം ആവശ്യമാണ്. മറ്റൊരാളുടെ താലി കഴുത്തിൽ വീണ് കുറച്ച് കഴിയുമ്പോൾ അവൾ ആ ജീവിതത്തോട് പൊരുത്തപ്പെട്ടോളൂ, കിച്ചു പറഞ്ഞു. അതിന് താലി വീണാലല്ലേ അത് നടക്കുകയും തോന്നില്ല. ലയ താനെന്താ പറഞ്ഞ്? കല്യാണം നടക്കില്ലെന്നോ? കിച്ചു അവളെ നോക്കി. കല്യാണം നടക്കണമെങ്കിൽ അവൾ ബോധത്തോടെ നിന്ന് എഴുന്നേറ്റിക്കണ്ടേ? എന്താ പറഞ്ഞേ? കിച്ചുവിന്റെ ശബ്ദം നീർത്തു. ലയ താൻ ടെൻഷൻ എടുപ്പിക്കാതെ കാര്യം എന്താന്ന് പറയേ, മനു പറഞ്ഞു. മനുവേട്ടാ, ഇന്നലെ അവൾ സൂയിസൈഡിന് ശ്രമിച്ചു. ഇപ്പൊ മറൈൻ ഹോസ്പിറ്റലിൽ ICU. എന്താ പറഞ്ഞേ? അവള് സൂയിസൈഡിന് ശ്രമിച്ചെന്നോ? കിച്ചുവിന്റെ ശബ്ദമിടറി. ലയ താനെന്താ ഈ പറയുന്നേ? മനു ചോദിച്ചു. ഒരാളെ മനസ്സിലിട്ട് മറ്റൊരാളുടെ താലി സ്വീകരിക്കാൻ അവൾക്കാകും മനുവേട്ട. അവളുടെ ശബ്ദമിടറി. ദാ എനിക്ക് കാണടാ എൻ്റെ അച്ഛനെ. കിച്ചു അവന്റെ കൈ പിടിച്ച് കരഞ്ഞു.
നീ ഇങ്ങനെ സങ്കടപ്പെടാതെ, അവൾക്കൊന്നും വരില്ല, അവളെ നമുക്ക് കാണാം. മനു അവനെ ആശ്വസിപ്പിച്ചു. എത്രയും പെട്ടെന്ന് തന്നെ അവർ ഹോസ്പിറ്റലിലെത്തി. ഐസിയുവിന് മുമ്പിൽ അവരെത്തിയപ്പോൾ അവിടെ അച്ചുവിന്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. കിച്ചുവിനെ കണ്ടത് അവർക്ക് ദേഷ്യം വന്നു. എന്തിനാണോ നീ ഇങ്ങോട്ട് വന്നത്? അല്പം ജീവൻ ബാക്കിയുണ്ടെങ്കിൽ അത് എടുക്കാനാണോ? അമ്മാവൻ ചോദിച്ചു. അമ്മാവൻ ഞാൻ വേണ്ട, നീ പോയിക്കോ. കയ്യും കണ്ണും കാണിച്ച് അവളെ മയക്കെടുത്തിട്ട് ഒടുവില് നീ ഇനി അവിടെ കൺവെട്ടത്ത് പോലും വരരുത്. പൊക്കോളാ. ഇല്ല അമ്മാവ, ഞാൻ അച്ചുവിനെ കണ്ടിട്ടേ പോകും. ഇല്ല, നീ അവളെ കാണില്ല, കാണിക്കില്ല ഞാൻ. അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ഇവൻ അവളെ കാണാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടേ പോകൂ, മനു പറഞ്ഞു. അത് പറയാൻ നീ ആരടാ? അവളെ എന്റെ മോളാ. അവളെ ആരൊക്കെ കാണുമെന്ന് ഞാൻ തീരുമാനിക്കും. മോളാണ് പോലും. ഇത്ര നാളായിട്ട് അവളെ മനസ്സറിയാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? അവളോട് നിങ്ങൾക്ക് ഒരു തരിയെങ്കിലും സ്നേഹമുണ്ടോ? ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ അവൾ നീ ഐസിയുവിൽ ഇങ്ങനെ ജീവിതത്തിനും മരണത്തിനിടയിൽ കിടക്കില്ലായിരുന്നു. മനുവിന് ദേഷ്യം നിയന്ത്രിക്കാനായില്ല. ഡാ നിന്നെ ഞാൻ. അയാൾ അവന് നേരെ വന്നു. അപ്പോഴാണ് അകത്തുനിന്ന് ഡോക്ടർ ഇറങ്ങി വന്നത്. എന്താ ഇവിടെ ഒരു ബഹളം? ഡോക്ടർ, ഇവൻ കാരണം എന്റെ മോളി അവസ്ഥയിൽ. ഇവനിപ്പോ അവളെ കാണുന്നത് ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സെക്യൂരിറ്റിയെ വിളിച്ച് ഇവന്മാരോടൊന്ന് പുറത്താക്കണം ഡോക്ടർ, അച്ചുവിന്റെ അച്ഛൻ പറഞ്ഞു. അല്ലേ ഡോക്ടർ, അച്ചുവിന് ഇവന് ഇഷ്ടമായിരുന്നു. ആ ബന്ധം ഇയാൾ സമ്മതിക്കാതെ മറ്റൊരാൾ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിക്കാൻ നോക്കിയോണ്ടാ അവൾ മരിക്കാൻ ശ്രമിച്ചേ. നിർത്താ! അച്ചുവിന്റെ അച്ഛൻ അലറി. ഏയ് മിസ്റ്റർ, ഇതൊരു ഹോസ്പിറ്റലാണ്, ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കരുത്. ഡോക്ടർ അയാൾക്ക് താക്കീത് നൽകി. നിങ്ങൾ പറയും, എന്താ സത്യത്തിൽ ഉണ്ടായത്? ഡോക്ടർ കിച്ചുവിനെയും മനുവിനെയും നോക്കി ചോദിച്ചു. അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു. കിച്ചു അമ്മാവന് വാക്കുകൊടുത്ത് ഉൾപ്പെടെ. ഡോക്ടർ, ഇവൻ പറയുന്നൊക്കെ പച്ച കള്ളവാ, അമ്മാവൻ പറഞ്ഞു. നിങ്ങൾ നിർത്തൂ, ഞാൻ ഇവരോടല്ലേ ചോദിച്ചേ, ഡോക്ടർ അയാളോട് പറഞ്ഞു. അയാൾ പിന്നൊന്നും മിണ്ടിയില്ല. മനുവും കിച്ചും പറഞ്ഞാണ് സത്യമെന്ന് ഡോക്ടർക്ക് മനസ്സിലായി. നോക്കൂ, നിങ്ങളുടെ മകളിപ്പോൾ ജീവിതത്തിനും മരണത്തിനിടയിലുള്ള നൂൽപ്പാലത്തിലാണ്. അവളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഇപ്പോൾ ഒരാൾക്ക് മാത്രമേ കഴിയൂ, കിച്ചുവിന് മാത്രം. ഇപ്പൊ അശ്വതിക്ക് ആവശ്യം കിച്ചുവിന്റെ സാമീപ്യമാണ്. ഇല്ല, ഇവൻ എന്റെ മോളെ കളഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. നിങ്ങളുടെ സമ്മതം ചോദിച്ചില്ല. അശ്വതി നിങ്ങളുടെ മകളായിരിക്കാം, പക്ഷെ ഇപ്പൊ ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കേണ്ടത് ഡോക്ടർ എന്ന നിലയിൽ എന്റെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ നിങ്ങളുടെ സമ്മതം എനിക്ക് ആവശ്യമില്ല. കിച്ചു, താൻ അകത്തേറി കുറച്ചു നേരം അശ്വതിക്കരികിലിരിക്കണം. തന്റെ സാമീപ്യമുള്ള ജീവിതത്തിലേക്ക് കൊണ്ടുവരും, എനിക്ക് ഉറപ്പാണ്, ഡോക്ടർ പറഞ്ഞു. ചെല്ലടാ, നിനക്ക് മാത്രമേ അവളെ രക്ഷിക്കാൻ പറ്റൂ. നീ അവളോടൊപ്പം ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലാവണം, മനു കിച്ചുവിനോട് പറഞ്ഞു. സിസ്റ്റർ, കിച്ചുവിനെ അശ്വതിയുടെ അടുത്തേക്കാക്കൂ, ഡോക്ടർ നഴ്സിനോട് പറഞ്ഞു. യെസ് ഡോക്ടർ, വരൂ. കിച്ചു നഴ്സിനൊപ്പം ICUവിലേക്ക് കയറി. അച്ചുവിനെ കണ്ട അവന്റെ ഉള്ളം വല്ലാതെ നൊന്തു. കുറച്ചു നാൾ മുമ്പ് വരെ തന്റെ പുറകെ തുള്ളിച്ചാടി നടന്ന തന്റെ അച്ചു ഇപ്പൊ അവൾ ഈ അവസ്ഥയിലാവാൻ കാരണം താനാണെന്ന് ഓർത്തപ്പോൾ അവന് തന്നോട് തന്നെ വെറുപ്പ് തോന്നി. അവനെ അവിടെയാക്കി നേഴ്സ് അവിടുന്ന് പോയി. അവൻ അവൾക്കരികിലുള്ള ചെയറിലിരുന്നു. ക്യാനുകളെ കുത്തിയിരിക്കുന്ന അവളുടെ കൈയെടുത്ത് തന്റെ കൈക്കുള്ളിലാക്കി പൊതിഞ്ഞു പിടിച്ചു. അവളുടെ കയ്യിൽ തന്റെ അധരങ്ങൾ ചേർത്തു. അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആ നിമിഷം അവൻ തന്റെ ഉള്ളിൽ ഒരു ഉറച്ച തീരുമാനമെടുത്തു. ജീവിച്ചാലും മരിച്ചാലും അത് തന്റെ അച്ചുവിനൊപ്പം മാത്രം. ഇനിയും ഇവളെ വേദനിപ്പിക്കാൻ തനിക്കാവില്ല. തന്റെ പെണ്ണിന് എന്തെങ്കിലും പറ്റിയാൽ താനും അവൾക്കൊപ്പം പോകും. അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാൽ എത്രയും പെട്ടെന്ന് തന്നെ തന്റെ താലി അവളുടെ കഴുത്തിൽ ചാർത്തും. അച്ചു, മോളെ. അവളിൽ നിന്നും പ്രതികരണമൊന്നും ഉണ്ടായില്ല. മോളെ, നിന്റെ കിച്ചുവേട്ടനാണോ വിളിക്കുന്നേ? ഒന്ന് കണ്ണുറക്ക് മോളെ. നിന്റെ കിച്ചുവേട്ടനെ തനിച്ചാക്കി പോകാൻ നിനക്കാവുമോ മോളെ? ഒന്ന് നോക്കടി മോളെ എന്നെ. അവന്റെ കണ്ണുനീർ അവളുടെ കൺപോളകളിൽ വീണു. ആ നിമിഷം അവളുടെ കൺപോളകളൊന്ന് വെട്ടി. അവന്റെ കൈക്കുള്ളിലായിരുന്ന അവളുടെ കൈകളൊന്ന് അനങ്ങി. അവൻ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. അവൻ അവളുടെ നെറുകയിൽ ഉമ്മവച്ചു. മോളെ അച്ചു. അവൾ മെല്ലെ കൈയും കാലും അനക്കി. അപ്പോഴേക്കും ഡോക്ടർ നഴ്സുമാരും അങ്ങോട്ടേക്ക് വന്നു. കിച്ചു, എന്റെ ഊഹം തെറ്റിയില്ല. തന്റെ സാമീപ്യ അശ്വതിയെ ജീവിതത്തിലേക്ക് പതിയെ തിരികെ കൊണ്ടുവരുന്നുണ്ട്. കിച്ചുവിന്റെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു. കുറച്ചു സമയത്തിന് ശേഷം അച്ചു മെല്ലെ കണ്ണുകൾ തുറന്നു. കണ്ണു തുറന്നപ്പോൾ അവൾ കണ്ടത് തന്നെ നോക്കി നിറമിഴിയാലിരിക്കുന്ന കിച്ചുവിനെയാണ്. അവൾ കണ്ണുമിഴിച്ച് അവനെ നോക്കി. കിച്ചുവേട്ടാ, അവൾ ഇടറിയ സ്വരത്തിൽ വിളിച്ചു. മോളെ, എന്തിനാണ് ഇങ്ങനെ ചെയ്തേ? അവന്റെ സ്വരമിടറി. കിച്ചുവേട്ടൻ, എനിക്ക് വേണ്ട, ഒന്നും പറയണ്ട, എനിക്കറിയാമൊക്കെ. സോറി മോളെ. അമ്മാവനോടുള്ള കടപ്പാടിന്റെ പേരിൽ എൻ്റെ അച്ചുകുട്ടിയുടെ സ്നേഹം ഞാൻ കണ്ടില്ലെന്നടിച്ചു. പക്ഷേ ഇപ്പൊ ഈ തെറ്റ് ഞാൻ തിരുത്തുക. ഇനി കിച്ചുവിന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അതെന്റെ അച്ചുകുട്ടി മാത്രമായിരിക്കും. അവളുടെ കരം കവർന്നവൻ പറഞ്ഞു. കിച്ചുവേട്ടാ. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി. എന്റെ പെണ്ണിനിക്കറിയരുത് ഒരിക്കലും. അവനവളെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവളെ റൂമിലേക്ക് മാറ്റിയപ്പോൾ അവളുമായി വിവാഹം ഉറപ്പിച്ച പോലീസ് ഓഫീസർ അങ്ങോട്ടേക്ക് വന്നു. ആ മോനെ വാ. അവളുടെ അച്ഛനെ അയാളെ സ്വീകരിച്ചു. അയാളെ കണ്ടത് അച്ചുവിന്റെ മുഖം മങ്ങി. എന്തിനങ്ങനെ ചെയ്ത്? അയാൾ അവൾക്കടുത്തെത്തി ചോദിച്ചു. അത് മോനെ, മോൾക്കൊരു ബുദ്ധിമോശം സംഭവിച്ച അത് ഞങ്ങൾ പറഞ്ഞു മനസ്സിലായിക്കോളാം, അവളുടെ അച്ഛൻ പറഞ്ഞു. അപ്പോഴാണ് കിച്ചു അങ്ങോട്ടേക്ക് വന്ന്. നീ എന്തിനാ കിച്ചു ഇങ്ങോട്ടേക്ക് വന്ന്? നീ വീട്ടിലേക്ക് വെക്കോ, അമ്മാവൻ പറഞ്ഞു. ഇവളിവിടെ കിടക്കുമ്പോൾ ഞാനെങ്ങനെ അമ്മാവ് പോകുന്നേ? ഇവളെ നോക്കാൻ ഇവിടെ അച്ഛനമ്മമാരായ ഞങ്ങളുണ്ട്. അതെ, അതുകൊണ്ടാണല്ലോ ഇവളിപ്പോ ഇവിടെ ഇങ്ങനെ കിടക്കേണ്ടി വന്നത്. കിച്ചു,
വേണ്ടമ്മാവാ വേണ്ടമ്മാവാ, സ്വന്തം മകൻ ന്യായീകരിക്കാൻ നോക്കണ്ട. ഇനി ഇവളുടെ മനസ്സ് വേദനിപ്പിക്കാനോ ഇവളെ മരണത്തിലേക്ക് തള്ളിവിടാനോ ഞാൻ സമ്മതിക്കില്ല. ഇയാളെന്തൊക്കെ ഈ പറയുന്നത് ഒക്കെ കേട്ടെന്ന പോലീസ് പയ്യൻ ചോദിച്ചു. ഒന്നുമില്ല മോനെ, ഇവൻ വെറുതെ. അയാൾ മതിയാക്കുകയെന്ന അർത്ഥത്തിൽ കൈ കാണിച്ചു. ശേഷം കിച്ചുവിന് നേരെ തിരിഞ്ഞു. ഇയാളെന്താ പറഞ്ഞു? തെളിച്ചു പറയും. എന്തിനാ അശ്വതി ഇങ്ങനെ ഒരു അവ്യയം കാണിച്ച്? അത് സാർ, കിച്ചു എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തോട് പറഞ്ഞു. അയാൾ അച്ചുവിന് നേരെ തിരിഞ്ഞു. അശ്വതി, ഞാൻ ഈ കേട്ടൊക്കെ സത്യമാണോ? അവൾ അതേ അർത്ഥത്തിൽ തലയാലിപ്പിച്ചു. മോനെ, ഇവൻ പറഞ്ഞൊക്കെ കള്ളോ. ഇവൾക്ക് ഇവനോട് ഇഷ്ടമല്ല. ഇവൻ ഇവളെ കൊണ്ട് പറയിപ്പിക്കുന്നതൊക്കെ. അച്ചുവിന്റെ അച്ഛൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവളെന്തിനാ സൂയിസൈഡിന് ശ്രമിച്ച്? അത് പിന്നെ അയാളുടെ തലതാഴ്ന്നു. പ്രായപൂർത്തിയായ പെൺകുട്ടിയാണ് അശ്വതി. അവളുടെ ജീവിതം ആർക്കൊപ്പം വേണമെന്ന്, അവളുടെ ജീവിതം ആർക്കൊപ്പം ആവണം തീരുമാനിക്കേണ്ട അവകാശം അവൾക്കുണ്ട്. ഞാൻ തന്നെ കാണാമെന്നപ്പോൾ തനിക്ക് പറയാൻ മേലായിരുന്നു താനും കിച്ചുവും തമ്മിലുള്ള റിലേഷനെ പറ്റി. ഇഷ്ടമില്ലാത്ത ഒരാളെ നിർബന്ധിച്ച് ഭാര്യയാക്കാൻ അത്രയ്ക്ക് മനസാക്ഷിയില്ലാത്ത പോലീസുകാരനല്ല ഞാൻ. കാര്യങ്ങൾ തുറന്നു പറയുന്നതിന് പകരം ഇങ്ങനെ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണ്? കിച്ചു, തനിക്ക് പറയാനുള്ളതൊക്കെ ഇപ്പോൾ ഇവിടെ വെച്ച് പറയാം. കിച്ചു അമ്മാവിന് നേരെ തിരിഞ്ഞു. അമ്മാവ, ഇതുവരെ അമ്മാവൻ പറയുന്നത് ഞാൻ അനുസരിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഇനി എൻ്റെ ഉള്ളിലെ ഇഷ്ടം മറച്ചു വെച്ച് എൻ്റെ അച്ഛനെ വേദനിപ്പിക്കാൻ എനിക്കാവില്ല. അമ്മാവിനോട് എനിക്ക് സ്നേഹവും ബഹുമാനമൊക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ പേരിൽ എൻ്റെ അച്ഛൻ്റെ ജീവൻ നഷ്ടപ്പെടുത്താൻ എനിക്കാവില്ല. എനിക്ക് വേണം അമ്മാവ എൻ്റെ അച്ഛനെ. ഇല്ലടാ, ഒരിക്കലും നിനക്ക് അവളെ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. അത് പറയാൻ നിങ്ങൾക്ക് എന്താ അധികാരം? അശ്വതി നിങ്ങളുടെ മകളൊക്കെ തന്നെയാണ്. പക്ഷെ അവളുടെ ഇഷ്ടത്തിനെതിരായി നിങ്ങൾ നിന്നാ എനിക്ക് നിങ്ങൾക്കെതിരെ ആക്ഷൻ എടുക്കേണ്ടി വരും. മകളെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചതിന് നിങ്ങൾ തന്നെ നിങ്ങളുടെ മകളെ കിച്ചുവിന് വിവാഹം കഴിച്ച് നൽകണം. അല്ലെങ്കിൽ അദ്ദേഹം ഒരു താക്കിയതോടെ അച്ചുവിൻ്റെ അച്ഛനോട് പറഞ്ഞു. പിന്നെ അയാൾക്ക് മറുപടി ഉണ്ടായില്ല. അങ്ങനെ മനസ്സിലോടെ അയാൾ അവരുടെ വിവാഹം നടത്തി കൊടുത്തു. പക്ഷേ വിവാഹശേഷം അവരവിടെ താമസിപ്പിക്കില്ലെന്ന് അയാൾ പറഞ്ഞു. മനുവിന്റെ ഒരു ബന്ധുവിന്റെ വാടക വീട് മനു ശരിയായി കൊടുത്തു. വിവാഹം കഴിഞ്ഞ അന്ന് തന്നെ കിച്ചു അവന്റെ പെണ്ണിനെയും കൊണ്ട് അങ്ങോട്ടേക്ക് പോയി. മനുവും ലേയും അവർക്കൊപ്പം ഉണ്ടായിരുന്നു. വൈകുന്നേരത്തോടെ മനുവും ലേയും അവിടുന്ന് പോയി. അവിടെ കിച്ചു അവന്റെ പെണ്ണും മാത്രമായി. രാത്രി കിച്ചു റൂമിലേക്ക് വന്നപ്പോൾ അച്ചു ബാൽക്കണിയിൽ നിൽക്കുകയായിരുന്നു. അവൻ പിന്നിലൂടെ ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു. അവൾ അവന്റെ കൈ തട്ടി മാറ്റി അവിടുന്ന് മാറി നിന്നു. അവൻ അവൾക്കടുത്തേക്ക് പോയി. എന്താണോ ഭാര്യ, പിണക്കാണോ എന്നോട്? അവളൊന്നും മിണ്ടിയില്ല. അവൻ വീണ്ടും അവൾക്കടുത്തേക്ക് വന്നു. അവളുടെ ഇടുപ്പിലൂടെ ചേർത്ത് പിടിച്ചു. അവൾ അവന്റെ കൈ വിടുവിക്കാൻ നോക്കി. പക്ഷെ അവന്റെ കൈ കൂടുതൽ മുറുകി. അച്ചൂട്ടി, അവൻ മൃദുവായി അവളുടെ കാതോരം വിളിച്ചു. വേണ്ട, എന്നോട് മിണ്ടണ്ട. എന്നെ ഇഷ്ടമല്ലല്ലോ. ആ പോലീസുകാരൻ പറഞ്ഞിട്ടല്ലേ എന്നെ കല്യാണം കഴിച്ച്? ആരാ പറഞ്ഞത് എനിക്ക് എൻ്റെ അച്ഛനെ ഇഷ്ടമല്ല എന്ന്? എനിക്ക് ഒത്തിരി ഇഷ്ടമല്ല എൻ്റെ പെണ്ണിനെ. അവൻ അവളെ തന്നെ നെഞ്ചോട് ചേർത്ത് നിർത്തി. ചുമ്മാ പറയണ്ട. അല്ലടാ, കിച്ചുവിന് ശരിക്കും ചെയ്യണം എൻ്റെ അച്ചൂട്ടനെ. ശരിക്കും? അതേലോ. അവൾ അവനെ കെട്ടിപ്പിടിച്ചു. അവനവളെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ഉമ്മ വെച്ചു. അവനവളെ ചേർത്ത് പിടിച്ച് റൂമിലേക്ക് നടന്നു. ഇതുവരെ കാത്തു സൂക്ഷിച്ചതെല്ലാം പരസ്പരം പങ്കുവെക്കുമ്പോൾ ഇരുവരും തിരിച്ചറിയുകയായിരുന്നു ആത്മാവിൽ അലിഞ്ഞു ചേർന്ന തങ്ങളുടെ പ്രണയത്തെ.